മനുഷ്യനോളം മനോഹരമായി സ്നേഹിക്കാനും സഹവർത്തിക്കാനും മറ്റാർക്കെങ്കിലും കഴിയുമോ? മനുഷ്യനോളം കഠിനമായി ശത്രുവാകാനും ക്രൂരത കാട്ടാനും ആർക്കാണ് സാധിക്കുക? മനുഷ്യ പരിണാമത്തിൽ നാം സൃഷ്ടിച്ചെടുത്ത കുടുംബവും ബന്ധങ്ങളും ഇന്ന് അറ്റുപോകുകയാണോ? അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന മക്കൾ, കുടുംബങ്ങളിലെ കൂട്ടക്കുരുതി. ഭയം തോന്നുകയാണ് ഈ യുഗത്തിൽ ജീവിക്കാൻ. പാലക്കാട് അച്ഛനെ മക്കൾ അടിച്ചു കൊലപ്പെടുത്തിയ വാർത്ത അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്നതാണ്. എന്താണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്? പരസ്പരം തുറന്നു സംസാരിക്കാൻ പറ്റാത്ത കുടുംബാന്തരീക്ഷവും ഒറ്റപ്പെടലുമൊക്കെയാണോ ബന്ധങ്ങളെ തകർക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മാനസിക രോഗിയായ അച്ഛനോട് സ്വന്തം മക്കൾക്ക് പോലും മനസ്സാക്ഷിയില്ലാത്ത നാട്. ചികിത്സിക്കുകയോ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കുകയോ ചെയ്യുന്നതിന് പകരം അച്ഛനെ അടിച്ചു കൊലപ്പെടുത്തിയ മക്കൾ. പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് ഹൃദയം നുറുങ്ങുന്ന വാർത്ത കേട്ടത്. മാനസിക വെല്ലുവിളി നേരിടുന്ന അട്ടപ്പാടി സ്വദേശി ഈശ്വരനെ മക്കളായ രാജേഷും രഞ്ജിത്തും ചേർന്ന് വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതികളായ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അട്ടപ്പാടി പാക്കുളത്ത് വൈകിട്ടോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. പാക്കുളത്ത് താമസിക്കുന്ന ഈശ്വരനെ മക്കൾ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഈശ്വരൻ ചിലപ്പോൾ മനോനില വിട്ട് പെരുമാറാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തുമ്പോൾ രാജേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് വടികൊണ്ട് അച്ഛനെ ക്രൂരമായി അടിക്കുന്നതാണ് കണ്ടത്. നാട്ടുകാർ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മക്കൾ അച്ഛനെ വടികൊണ്ട് മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാന്യന്മാരെന്ന് തോന്നുന്ന പലരും നമ്മുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്. എന്നാൽ അടുത്തു വരുമ്പോഴാണ് ചിലരുടെ തനി സ്വഭാവം പുറത്തു വരുന്നത്. പാലക്കാട് കല്ലടിക്കോട് KSRTC ബസ്സിൽ യാത്രക്കാരിയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ബസ്സിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന യുവതിയോട് അനുവാദം ചോദിച്ച് അടുത്തിരുന്ന ശേഷമായിരുന്നു അതിക്രമം. കേസിൽ HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥൻ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് യുവതിക്ക് ദുരനുഭവമുണ്ടായത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ്സിലെ സീറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന യുവതിയുടെ അടുത്ത് അഷറഫ് വന്നിരുന്നു. അനുവാദം ചോദിച്ച് അടുത്തിരുന്ന ശേഷമാണ് അഷറഫ് യുവതിയോട് അതിക്രമം കാട്ടിയത്. യുവതി ബഹളം വച്ചതോടെ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞു വയ്ക്കുകയും ബസ് കല്ലടിക്കോട് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തു. പിന്നീട് പ്രതിയെ പോലീസിന് കൈമാറി. ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അഷറഫിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പരപ്പനങ്ങാടി HDFC ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് പിടിയിലായ അഷറഫ്. ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ വേറെ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ബന്ധുക്കളോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടുമെല്ലാം ഒരകലം പാലിക്കുന്നത് നല്ലതാണ്. ഇടുക്കി കുമളിയിൽ പെൺകുട്ടിയെ ലോഡ്ജ് മുറിയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ഒരു അയൽവാസിയും കൂട്ടുകാരനും ചേർന്നാണ്. പിന്നീട് പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി പ്രജിത്ത് പോലീസിന്റെ പിടിയിലായി. ഇയാളുടെ കൂട്ടാളി കാർത്തിക് ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു. യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി. വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂ കണ്ടത്തിലെ ലോഡ്ജിലെത്തിച്ചു.
ഈ സമയം മുറിയിൽ അരണക്കൽ സ്വദേശിയായ കാർത്തിക്കും ഉണ്ടായിരുന്നു. ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്ത പെൺകുട്ടിയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു. ഈ സമയം കൂട്ടാളിയായ കാർത്തിക് വീഡിയോ പകർത്തി. തുടർന്ന് ഇയാളും ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പെൺകുട്ടിയും മാതാപിതാക്കളും പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രജിത്തിനെ മധുരയിൽ നിന്നും പിടികൂടി. കേസിലെ മറ്റൊരു പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇയാളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയതാണ്. ഭർത്താവിന്റെ ക്രൂരതയിൽ മനം നൊന്തായിരുന്നു കൂട്ടാത്മഹത്യ. നേഴ്സായ ഷൈനിയെ വിവാഹം കഴിച്ചത് വീട്ടുജോലിക്കെന്ന് തോന്നും വിധം പണിയെടുപ്പിച്ചു. ഭർത്താവിന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെ 9 മാസം മുൻപ് 2 പെൺമക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നതാണ്. പിന്നീട് 3 പേരും ചേർന്ന് ജീവനൊടുക്കുകയായിരുന്നു. കേസിൽ ഭർത്താവ് നോബി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈനി മക്കളായ അലീന, ഇവാന എന്നിവരെ കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അന്ന് തന്നെ ഷൈനിയുടെ കുടുംബം ഭർത്താവ് നോബിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നോബിയുടെ ക്രൂര പീഡനം സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ എന്നായിരുന്നു ആരോപണം. ഇത് ശരിവെക്കുന്നതാണ് പോലീസ് നടപടി. നോബിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം ഏറ്റുമാനൂർ പോലീസ് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 9 മാസം മുൻപാണ് 2 പെൺമക്കളുമായി ഷൈനി തൊടുപുഴയിലെ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. തുടർന്ന് ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. ഇതിനുശേഷം ഫോൺ വഴി ഉൾപ്പെടെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. ആത്മഹത്യയ്ക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലും നോബി ഏറ്റുമാനൂരിലെത്തിയിരുന്നതായി വിവരമുണ്ട്. ഇവരുടെ ഫോണുകളിൽ നടത്തിയ പരിശോധനയിലും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം. ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ സമീപകാലത്തുണ്ടായ പല അക്രമ സംഭവങ്ങളും കൊലക്കേസുകളും പരിശോധിച്ചാൽ ലഹരിയാണ് പ്രധാന വില്ലൻ. അമിതമായ ലഹരി ഉപയോഗം പലരെയും അക്രമികളാക്കുന്നുണ്ട്. ഇത് സ്വന്തം ജീവന് തന്നെ ഭീഷണിയാകുന്നത് പലരും തിരിച്ചറിയാറില്ല. പാലക്കാട് ഷൊർണൂരിൽ 22-കാരൻ കുഴഞ്ഞുവീണ് മരിച്ചത് അമിതമായ ലഹരി ഉപയോഗം കാരണമെന്ന സംശയമാണ് ഉയരുന്നത്. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ പ്രജീഷിന്റെ അടിവസ്ത്രത്തിൽ നിന്നും ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് കണ്ടെത്തി. ഇയാൾ ലഹരിക്ക് അടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലപ്പുറം ചക്കാലക്കുണ്ട് സ്വദേശിയായ പ്രജീഷ് അമ്മയുടെ വീടായ ഷൊർണൂരിൽ എത്തിയതായിരുന്നു. അവിടെ വെച്ച് ശുചിമുറിയിൽ കയറി അരമണിക്കൂർ ചെലവഴിച്ച് പുറത്തിറങ്ങിയ ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ യുവാവിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിന് കാരണം ലഹരി ഉപയോഗമാണെന്നാണ് സംശയം. പിന്നീട് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ അടിവസ്ത്രത്തിൽ നിന്ന് സിറിഞ്ചിന്റെ പാക്കറ്റും ശുചിമുറിയിൽ നിന്ന് സൂചിയും കണ്ടെത്തി. കയ്യിൽ മയക്കുമരുന്ന് കുത്തിയ പാടുകളുണ്ടെന്നാണ് പോലീസ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. പ്രജീഷ് സ്ഥിരം ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. എന്നാൽ ഏത് തരം ലഹരിയാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ നഞ്ചക്ക് പരിശീലിച്ചിരുന്നതായി വിവരം. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. കരാട്ടെ പരിശീലിക്കുന്ന സഹോദരന്റേതാണ് നഞ്ചക്കെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതിനിടെ
ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് പുതിയ നീക്കം. നഞ്ചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ചെവിക്ക് മുകളിൽ കനത്ത ആഘാതമേറ്റ ഷഹബാസിന്റെ തലയോട്ടി തകർന്നിരുന്നു. ഇതാണ് മരണത്തിന് കാരണമായത്. പരിശീലനമില്ലാതെ ഒരാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത ആയുധമാണ് നഞ്ചക്ക്. വിദ്യാർത്ഥിയുടെ ഫോണിലെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോഴാണ് ഉപയോഗം സംബന്ധിച്ച വീഡിയോകൾ തുടർച്ചയായി കണ്ടതായി വ്യക്തമായത്. യൂട്യൂബിലൂടെ പരിശീലനം നേടുകയായിരുന്നു കുട്ടിയെന്ന ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കരാട്ടെ പരിശീലനം നേടുന്ന സഹോദരൻ്റേതാണ് നഞ്ചക്കെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഇവരുടെ പിതാവിന് സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിൽ കൂടുതൽ കുട്ടികൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. തുടർന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയെ കൂടി പ്രതി ചേർത്തത്. ഈ കുട്ടി ഷഹബാസിനെ മർദ്ദിച്ച സംഘത്തിൽ ഉൾപ്പെട്ടുവെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് ഷഹബാസിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. മർദ്ദിച്ച കുട്ടികളിൽ ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ആക്രമണത്തിൽ ചില രക്ഷിതാക്കൾക്ക് പങ്കുണ്ടെന്നും അവരെ കൂടി പ്രതി ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മർദ്ദനത്തിനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ 63 വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇവരിൽ ആരെങ്കിലും നേരിട്ട് മർദ്ദക സംഘത്തിൽ ഉൾപ്പെടുകയോ പ്രേരണ നൽകുകയോ ചെയ്തതായി കണ്ടെത്തിയാൽ അവരെയും പോലീസ് ചോദ്യം ചെയ്യും. ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഷഹബാസ് ബൈക്കിൽ കയറിപ്പോയ ശേഷവും വിദ്യാർത്ഥികൾ മറ്റൊരിടത്ത് വെച്ച് തമ്മിലിടിച്ചതായി പോലീസ് കണ്ടെത്തി. അതിനിടെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശങ്ങൾ കൈമാറിയതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കണം. ഇതിനായി മെറ്റയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാ അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാൻ ഒടുവിൽ മനസ്സ് തുറക്കുകയാണ്. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം അയാൾ ജയിൽ അധികൃതരോട് വിശദീകരിച്ചു. കടബാധ്യത ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നിരന്തരം അധിക്ഷേപമുണ്ടായി. കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചു. അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും താനും ആത്മഹത്യ ചെയ്യുമെന്നും അഫാൻ ജയിൽ അധികൃതരോട് പറഞ്ഞു. ആഡംബര ജീവിതവും വരവിൽ കവിഞ്ഞ ചിലവുമാണ് കടബാധ്യത ഏറാൻ ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റബോധമുണ്ടോ? 8 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സബ് ജയിലിൽ എത്തിക്കും മുമ്പ് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി മടങ്ങും വഴിയായിരുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനോടുള്ള ഈ ചോദ്യം. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പോലീസ് വാഹനത്തിൽ കയറിയ പ്രതി വാഹനത്തിനുള്ളിൽ നിന്ന് മരിക്കാനായിട്ടാണ് താനും വിഷം കഴിച്ചതെന്ന് മറുപടി പറഞ്ഞു. പിന്നാലെ പൂജപ്പുര സബ് ജയിലിൽ എത്തിച്ചതിന് ശേഷമാണ് ജയിൽ അധികൃതരോട് ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം അഫാൻ വെളിപ്പെടുത്തിയത്. വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നിട്ടും സഹായിക്കാൻ കടപ്പെട്ട ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. സഹായത്തിനായി പലരോടും അഭ്യർത്ഥിച്ചെങ്കിലും കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു മറുപടി. സാമ്പത്തിക ബാധ്യതകളുടെ കാരണക്കാരി മാതാവ് ഷെമിയെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള നീക്കവും അടുത്ത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പിതൃ സഹോദരനോടുള്ള വൈരാഗ്യം ഏറിയതിന്റെ കാരണം ഇതാണെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ആദ്യം ആക്രമിച്ച അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെയും ഇല്ലാതാക്കാൻ തീരുമാനമെടുത്തത്. പുറത്തിറങ്ങിയാൽ താനും ആത്മഹത്യ ചെയ്യുമെന്നും 23-കാരനായ കൂട്ടക്കൊലക്കേസ് പ്രതി ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. അഫാന്റെ വിശദമായ ചോദ്യം ചെയ്യലിനും സംഭവ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിനും വേണ്ടി പോലീസ് അടുത്ത ദിവസം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വരുന്ന തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതേസമയം കുടുംബത്തിന്റെ 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുടെ രേഖകൾ കണ്ടെടുത്തതായി വെഞ്ഞാറമൂട് പോലീസ് അറിയിച്ചു. വരവിൽ കവിഞ്ഞ ചെലവാണ് ബാധ്യതയേറാൻ ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ സുരക്ഷയെപ്പറ്റി മക്കൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ?
പലരും ജോലി തേടി വീട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഹോം നേഴ്സിനെയോ അയൽവാസികളെയോ സഹായത്തിന് നിർത്തും. എന്നാൽ മലപ്പുറം നിലമ്പൂരിൽ 80-കാരിയായ റിട്ടയർഡ് അധ്യാപികയ്ക്ക് മർദ്ദനമേറ്റ സംഭവം അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. നിലമ്പൂർ പാട്ടത്തോടി സ്വദേശിനിയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചത് സഹായത്തിന് വീട്ടിൽ നിന്നിരുന്ന അയൽവാസിയാണ്. കേസിൽ അയൽവാസി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് ഇയാൾ അതിക്രമം കാട്ടിയതെന്നാണ് പരാതി. എന്ത് ചെയ്യണേ? എത്ര പേരെ കാട്ടിയടേ? എന്താ 80-കാരിയായ ഇന്ദ്രാണി ടീച്ചർക്ക് ശാരീരികമായി ഏറെ അവശതകളുണ്ട്. ഇവരെ സഹായിക്കാനാണ് ഷാജിയെ മകൻ നിയോഗിച്ചിരുന്നത്. എന്നാൽ മദ്യപിച്ചെത്തിയ ഷാജി ടീച്ചറെ ഉപദ്രവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ഇന്ദ്രാണി ടീച്ചറെ ഷാജി അകാരണമായി ആക്രമിച്ചു. മർദ്ദനത്തിൽ ഇന്ദ്രാണി ടീച്ചറുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റു. നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് ഇന്ദ്രാണി ടീച്ചറെ രക്ഷപ്പെടുത്തിയത്. നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണും വാർഡ് കൌൺസിലറും ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച നിലമ്പൂർ പോലീസ് പ്രതിയെ പിടികൂടി. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മുൻപും ഇത്തരത്തിൽ അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ അറിയാനായിട്ടുള്ളത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഇയാൾക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തുക. ന്യൂസ് 18 മലപ്പുറം. മദ്യപിച്ച് ലക്കുകെട്ട് ജോലിക്കെത്തുന്ന പോലീസുകാർ സേനയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജോലിക്കെത്തിയത് മദ്യലഹരിയിലാണ്. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്ന് ഗ്രേഡ് SI പ്രകാശനെ പോലീസ് കയ്യോടെ പിടികൂടി. വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി തെളിഞ്ഞു. ജീവനക്കാർക്കും രോഗികൾക്കും സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എഴുകോൺ സ്റ്റേഷനിലെ ഗ്രേഡ് SI പ്രകാശാണ് മദ്യപിച്ചെത്തിയത്. അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സ തേടിയെത്തിയ രോഗിയോടുള്ള ഗ്രേഡ് SIയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ആശുപത്രി അധികൃതർ തന്നെയാണ് പോലീസിൽ അറിയിച്ചത്. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതായി തെളിഞ്ഞു. ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2023 മെയ്യിൽ ഡോക്ടർ വന്ദനാദാസ് ലഹരിക്കടിമയായ രോഗിയുടെ കൊലക്കത്തിക്കിരയായ അതേ ആശുപത്രിയിലാണ് സംഭവമെന്നതും ഗൌരവം കൂട്ടുന്നു. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഇറങ്ങിയോടിയത് വിവാദമായിരുന്നു. ഇതിനുശേഷം പകൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും രാത്രി 2 പേരുമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. ജീവനക്കാർക്കും രോഗികൾക്കും സുരക്ഷയൊരുക്കേണ്ട ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഗൌരവത്തോടെയാണ് കാണുന്നത്. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. 5 സാക്ഷികളുടെ കൂടി രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതി ചെന്താമര 10 മിനിറ്റിനുള്ളിലാണ് 2 കൊലപാതകങ്ങൾ നടത്തിയതെന്ന് കുറ്റപത്രത്തിലുണ്ട്. ചെന്താമരയോടുള്ള ഭയം കാരണം പ്രദേശവാസികളിൽ ചിലർ സാക്ഷിമൊഴി നൽകാൻ തയ്യാറാകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ജനുവരി 27 രാവിലെയാണ് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പ്രതി ചെന്താമര അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുറ്റപത്രം അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാകെ സമർപ്പിച്ചു. 117 സാക്ഷികൾ, 8 സാക്ഷികളുടെ രഹസ്യമൊഴി, 30-ലേറെ രേഖകൾ, ചെന്താമരയുടെ വസ്ത്രത്തിൽ സുധാകരന്റെയും ലക്ഷ്മിയുടെയും രക്തം പതിഞ്ഞതിന്റെ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനാ ഫലം,
ആയുധത്തിലെ വിരലടയാളം തുടങ്ങി നിർണായക തെളിവുകൾ ചെന്താമരയ്ക്കെതിരെയുണ്ട്. അതേസമയം ചെന്താമരയോടുള്ള ഭയം വിട്ടുമാറാത്ത പ്രദേശവാസികളിൽ ചിലർ സാക്ഷിമൊഴി നൽകാൻ തയ്യാറായില്ല. ചെന്താമര ജയിലിൽ നിന്നും ഇറങ്ങിയാൽ തങ്ങളെ കൂടി കൊല്ലുമെന്ന ഭയമാണ് മൊഴി നൽകാതിരിക്കാൻ കാരണമെന്നാണ് അവരുടെ പ്രതികരണം. എന്നാൽ സാധ്യമായ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ചുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം തയ്യാറാക്കിയത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ ചെന്താമര അമ്മയെയും മകനെയും വകവരുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കേസിൽ 5 സാക്ഷികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ മാസം 20-നുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജില്ലാ പോലീസ് മേധാവി വിലയിരുത്തൽ നടത്തി അന്തിമമാക്കിയതോടെ കുറ്റപത്രം അടുത്തയാഴ്ച തൃശൂർ റേഞ്ച് ഐജിക്ക് മുൻപാകെ സമർപ്പിക്കും. തുടർന്ന് കുറ്റപത്രം ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. പ്രതി ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണം. ഏറെ പ്രമാദമായ ഈ കേസ് രാഷ്ട്രീയപരമായും ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അറിഞ്ഞതിനും കേട്ടതിനും അപ്പുറമാണ് വാളയാർ കുട്ടികളുടെ മരണത്തിന് പിന്നിലെ കഥകൾ. കുട്ടികളുടെ അമ്മയ്ക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന വിവരം ഈ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചു. അതിന് പിന്നാലെ മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതികളാക്കി CBIയുടെ നിർണായക നീക്കം. വിചാരണ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പുതിയ കണ്ടെത്തലുകൾ കൂടിയുണ്ട്. വാളയാർ കേസിൽ നിർണായക നീക്കങ്ങളിലേക്കാണ് CBI കടക്കുന്നത്. മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും ഇളയ പെൺകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതി ചേർക്കാനാണ് CBIയുടെ നീക്കം. വരുന്ന 25-ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ആകെയുള്ള 9 കേസുകളിൽ 6 അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി കോടതിയെ CBI അറിയിച്ചു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI നേരത്തെ കണ്ടെത്തിയിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും ഇളയ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ 52 ദിവസത്തിന്റെ ഇടവേളയിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു CBI അന്വേഷണം. അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ 2 മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തെന്നാണ് CBIയുടെ കണ്ടെത്തൽ. മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ 1-ാം പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും ഇളയ മകളെയും ക്രൂരതയ്ക്ക് ഇട്ടുകൊടുത്തു. കുട്ടികളുടെ അവധി ദിവസങ്ങളിൽ 1-ാം പ്രതിയെ അമ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മദ്യം വിളമ്പി മൂത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ സൗകര്യമൊരുക്കി നൽകിയെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. 2016 ഏപ്രിലിൽ മൂത്ത കുട്ടിയെ പ്രതി അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത്. 2 ആഴ്ച കഴിഞ്ഞ് അച്ഛനും ഈ ഹീനകൃത്യം കണ്ടുനിന്നു. 11-കാരിയായ മൂത്ത കുട്ടി 2017 ജനുവരി 13-നും 9 വയസ്സുകാരിയായ ഇളയ കുഞ്ഞിനെ അതേ വർഷം മാർച്ച് 4-നുമാണ് സ്വന്തം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് സിനിമാ ടിക്കറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തിയൊരു കേസാണ്. ഓൺലൈനിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1 ലക്ഷം രൂപ നഷ്ടം വരുത്തിയെന്നുമാണ് പരാതി. സംഭവത്തിൽ കാഞ്ഞങ്ങാട് DGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലെ പണമടയ്ക്കേണ്ടതുള്ളൂ. 9-ാം മിനിറ്റിന് തൊട്ടു മുൻപ് ബുക്ക് ചെയ്ത മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും.
തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സീറ്റ് പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. മാർച്ച് 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ബുക്ക് മൈ ഷോൻ്റെ ഡാറ്റയും കേരള വിഷൻ്റെ IP ഒക്കെ എടുത്ത് അവസാനം ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. പ്രകാരം ഒരേ ഇൻഡസ്ട്രിയിലെ ആളാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് IT ആക്ട് 2000 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് മുൻപോട്ട് പോകുന്നുണ്ട്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിലെ ചില ഗുണ്ടാ സംഘങ്ങൾ റീൽസുകൾ ഇറക്കി എതിരാളികളെ ഭയപ്പെടുത്തുന്ന വീഡിയോകൾ കാണാറുണ്ട്. ഇങ്ങനെ ഹീറോ പരിവേഷം കിട്ടാൻ വിദ്യാർത്ഥികളും വയലൻസ് റീൽസുകളുമായി ഇറങ്ങുന്ന കാഴ്ച. സഹപാഠികളെ തല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വീശിയിട്ട് ഒരു തലമുറ ആഘോഷിക്കുകയാണ്. ആക്രമണത്തിന് ഇരകളാകുന്നവരുടെ കരച്ചിൽ കേട്ട് അട്ടഹസിക്കുന്നു. മക്കളും അനിയന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. നല്ല അടാറ് പനിക്കടലായിരിക്കും. സ്മൂത്തായിരിക്കണം, വിടമുണ്ടാകും, നടക്കാൻ പറ്റും. കോടതി കൂട്ടിക്കേട്ട് നിർത്തുമ്പോൾ സുന്ദരന്മാരായിരിക്കും. കുറുക പാട്ട് കിടുക. മലപ്പുറത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ 10ാം ക്ലാസ്സുകാർ വളഞ്ഞിട്ട് തല്ലുന്ന വീഡിയോയാണ് റീലുകളാക്കി പ്രചരിപ്പിച്ചത്. മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. സംഭവത്തിൽ കുറ്റൂർ KMHS സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഈ നാട്ടിലെ നിയമത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ലേ? അതോ മാറിയ സാമൂഹ്യ അന്തരീക്ഷം അവരെ ക്രിമിനലുകളാക്കുന്നതാണോ? സമൂഹവും ഭരണകൂടവും ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.